ആത്മാവിൻ്റെ നിഗൂഢമായ മൂടുപടം സ്പർശിച്ച ഭാഷയിൽ ഫാത്തിമയിലെ കുഞ്ഞുങ്ങളുടെ മേൽ പെയ്തിറങ്ങിയ സ്വർഗീയ മന്ത്രങ്ങൾ ഞാൻ വിവരിക്കാം. 1917 ലോകം ദുഃഖത്തിൻ്റെ ഒരു തിളയ്ക്കുന്ന പാത്രമായി മാറിയപ്പോൾ ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ 3 കൊച്ചാത്മാക്കൾ കോവ ദ ഇരിയായിലെ സൂര്യൻ ചുംബിച്ച വയലുകളിൽ തങ്ങളുടെ ആടുകളെ മേയിച്ച് നടന്നു. അപ്പോൾ ഇതാ സൂര്യന്റെ അഗ്നിജ്വാലയെ മറികടക്കുന്ന ഒരു പ്രകാശം ആകാശത്തു നിന്ന് ഒഴുകിയെത്തി. ആ തേജസ്സിൽ നിന്ന് ഒരു മാതാവ് ഇറങ്ങി വന്നു. ആ അമ്മ ജപമാലയുടെ മാതാവായിരുന്നു. അമ്മയുടെ വസ്ത്രങ്ങൾ ഉദയത്തിൻ്റെയും നക്ഷത്ര വെളിച്ചത്തിൻ്റെയും നൂലുകളാൽ നെയ്തതായിരുന്നു. അമ്മ വന്നത് കടന്നുപോകുന്ന ഒരു സ്വപ്നമായിട്ടല്ല, മറിച്ച് 6 തവണ ഓരോ മാസത്തിൻ്റെയും ഹൃദയത്തിൽ ഓരോ തവണ അമ്മ വന്നു. അത് വിലാപവും ഒപ്പം തിളക്കമുള്ള വാഗ്ദാനവുമായ ഒരു സന്ദേശം നൽകുവാനായിരുന്നു. അമ്മയുടെ വാക്കുകൾ ലളിതമെങ്കിലും നിത്യതയുടെ ഭാരം വഹിക്കുന്നതായിരുന്നു. ഈ സത്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ലോകത്തിന് കൈമാറാൻ അമ്മ കുട്ടികളോട് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ആത്മാവിൻ്റെ ദിനവും കഴിക്കുന്ന അപ്പമായി ജപമാല മാറട്ടെ, അമ്മ മന്ത്രിക്കുന്നതായി തോന്നി. കാരണം അതാണ് ആഞ്ഞടിക്കുന്ന യുദ്ധത്തെ ബന്ധിക്കുകയും മുറിവേറ്റ നിങ്ങളുടെ ഭൂമിക്ക് സമാധാനത്തിൻ്റെ ദുർബലമായ സമ്മാനം നൽകുകയും ചെയ്യുന്ന വെള്ളി ശൃംഖല. തങ്ങളുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളും വേദനകളും ദിനംപ്രതിയുടെ ഭാരങ്ങളും ഒരു സുഗന്ധധൂപം പോലെ അർപ്പിക്കാൻ അമ്മ ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ചെറിയ ത്യാഗങ്ങൾ ദിവ്യഹൃദയത്തെ കുത്തിമുറിവേൽപ്പിക്കുന്ന വലുതും പേരില്ലാത്തതുമായ തെറ്റുകൾക്കുള്ള പരിഹാരമായി മാറട്ടെ, അമ്മ നെടുവീർപ്പെട്ടു. അമ്മ സ്വന്തം വിമലഹൃദയം എന്ന ഒരു ഒളിത്താവളത്തിലേക്ക് വിരൽ ചൂണ്ടി പ്രഖ്യാപിച്ചു, ഇവിടെ അഭയം തേടുക. ഇത് നിങ്ങളുടെ പാദങ്ങൾക്ക് ദീപവും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പാതയുമായിരിക്കും. തുടർന്ന് ജൂലൈ മാസത്തിൽ അമ്മ അജ്ഞാതത്തിൽ നിന്ന് തിരശീല മാറ്റിക്കൊണ്ട് 3 രഹസ്യങ്ങൾ, ദിവ്യപ്രവചനത്തിൻ്റെ 3 ചുരുളുകൾ അനാവരണം ചെയ്തു. ആത്മാക്കൾ പീഡിപ്പിക്കപ്പെടുന്ന തീക്കനലുകളായ നരകത്തിൻ്റെ ഒരു ദർശനം. ഇത് ഒരമ്മയുടെ അപേക്ഷയായിരുന്നു, മാനസാന്തരത്തിനായുള്ള ഭയാനകമായ ഒരു അഭ്യർത്ഥന. മനുഷ്യർ പാപങ്ങളിൽ നിന്ന് അകലാൻ വിസമ്മതിച്ചാൽ മഹായുദ്ധം അവസാനിച്ചാലും അതിനേക്കാൾ ഇരുണ്ട ഒരു രാത്രി പിന്നാലെ വരുമെന്ന പ്രവചനം. തകർന്ന ലോകത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ക്ലേശിക്കുന്ന വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മെത്രാൻ ഇതിൽ ഉൾപ്പെടുന്നു. ദൈവം തിരഞ്ഞെടുത്ത ദാസന്മാരെ കാത്തിരിക്കുന്ന സഹനത്തിൻ്റെ ഒരു ദർശനം. തൻ്റെ സാക്ഷ്യം സ്ഥിരീകരിക്കാനും സംശയാലുക്കളെ നിശബ്ദരാക്കാനും വേണ്ടി അവസാന നാളിൽ ഒക്ടോബർ 13 അമ്മ ജനക്കൂട്ടത്തിനായി മഴയിൽ കുളിച്ചു നിന്ന 70,000-ഓളം ആത്മാക്കൾക്കായി ഒരു വിസ്മയം പ്രവർത്തിച്ചു. മാതാവ് അപ്രത്യക്ഷയായി. പെട്ടെന്ന് സൂര്യൻ തന്നെ ഒരു അഗ്നിചക്രമായി മാറി. സ്വർഗത്തോടുള്ള കൂറുപേക്ഷിച്ച് അത് ഭ്രാന്തമായ ഭയപ്പെടുത്തുന്ന വർണ്ണങ്ങളുടെ ഒരു കാലിഡോസ്കോപ്പിൽ നൃത്തം ചെയ്യുകയും ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. സൂര്യന്റെ അത്ഭുതമെന്ന ഈ പ്രപഞ്ച അടയാളം നൽകപ്പെട്ടത് സ്വർഗം ഫാത്തിമയുടെ മണ്ണിൽ സ്പർശിച്ചു എന്ന് ഒരാത്മാവിനും നിഷേധിക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ആ സന്ദേശം ഇന്നും നിലനിൽക്കുന്നു. അത് സമാധാനത്തിൻ്റെ ഒരു ഗീതമാണ്. മുട്ടുകുത്താനുള്ള
ഒരു അഭ്യർത്ഥനയാണ്. മാനസാന്തരത്തിന്റെ വിശുദ്ധാഗ്നിയിലേക്ക് ശാശ്വതമായ ഒരു ക്ഷണവുമാണ്. ഫ്രാൻസിസ്കോയും ജസീന്തയും താമസിയാതെ തങ്ങളുടെ വീടുകളിലേക്ക് ചിറകുവിടർത്തി പറന്നുവെങ്കിലും ലൂസിയ ഒരു എളിയ വിളക്കായി തൻ്റെ നീണ്ട ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഈ വിശുദ്ധ കൂടിക്കാഴ്ചകളുടെ വെളിച്ചം വഹിച്ചു.